നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ തേവർക്ക് കിഴക്കേ നടയിൽ രാജകീയ വരവേൽപ്പ് നൽകി. ദാവീദിൻ പുത്രന് ഓശാന. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആഘോഷിച്ചു. നാടെങ്ങും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിൽ. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ കിഴക്കേ നടയിൽ തേവർക്ക് രാജകീയ വരവേൽപ്പ് നൽകി. പള്ളിയോടത്തിൽ പുഴ കടന്നെത്തിയ തേവരെ വിളക്കുകൾ തെളിയിച്ചും ആകാശത്ത് വർണ്ണമഴയൊരുക്കിയുമാണ് കിഴക്കേ നടയ്ക്കൽ പൂരത്തിലേക്ക് ആനയിച്ചത്. മൂന്നാനകളുടെ അകമ്പടിയോടെ നടന്ന കിഴക്കേ നടയ്ക്കൽ പൂരത്തിന് ചോറ്റാനിക്കര വിജയന്മാരാരുടെയും കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യരുടെയും നേതൃത്വത്തിൽ 40ഓളം കലാകാരന്മാരുടെ പഞ്ചവാദ്യം മാറ്റുകൂട്ടി. കിഴക്കേനട മണ്ഡപത്തിലെ ആദ്യപറയുടെ അവകാശി ആമലത്ത് ദേവയാനിയമ്മ, കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി രക്ഷാധികാരി വാഴത്തോടത്ത് സജൻ മേനോൻ എന്നിവരെ ആവണങ്ങാട്ടിൽ കളരി AU രഘുരാമൻ പണിക്കർ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് നടുവത്തേരി, സെക്രട്ടറി C പ്രേംകുമാർ, UP കൃഷ്ണനുണ്ണി, സജൻ മേനോൻ, C കൃഷ്ണനുണ്ണി, CK ഭാസ്കരൻ, മുരളി കല്ലാറ്റ് എന്നിവർ നേതൃത്വം നൽകി. കിഴക്കേനടയിലെ പറപ്പന്തലിൽ പറകൾ സ്വീകരിച്ച ശേഷം ഊരായ്മ ഇല്ലങ്ങളിലേക്ക് പുറപ്പെട്ടു. കിഴക്കേക്കരയിലെ തൃപ്രയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി ഊരായ്മ ഇല്ലങ്ങളായ ചേലൂർ പുന്നപ്പിള്ളി മനകളിലെത്തിയതിനു ശേഷം മുറ്റിച്ചൂർ കൊട്ടാരപ്പറമ്പിൽ പറയെടുത്തു. ഞായറാഴ്ച രാവിലെ ജ്ഞാനപ്പിള്ളി മന, കുന്നത്ത് മന പറകൾക്ക് ശേഷം കുട്ടൻകുളത്തിൽ ഇറക്കിപ്പൂജയും ആറാട്ടും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ചടങ്ങുകൾ പൂർത്തീകരിച്ച് വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ പള്ളിയോടത്തിൽ പുഴ കടന്ന തന്ത്രി ഇല്ലത്തേക്ക് എഴുന്നള്ളി. ആമലത്തുപടിക്കൽ നിയമവേടി കഴിഞ്ഞ് വാലത്ത്, ചെറുമുക്ക്, പായിക്കാട്ട് മന എന്നിവിടങ്ങളിലെ പറ സ്വീകരിച്ച് തന്ത്രി ഇല്ലത്തെത്തും. പൂജയ്ക്ക് ശേഷം ചെമ്പിലാറാട്ട് നടക്കും. തിങ്കളാഴ്ച രാവിലെ തന്ത്രി ഇല്ലത്തുനിന്ന് പുറപ്പെട്ട് വൈറ്റിലാശ്ശേരി, ചാഴൂർ, പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, ആവണങ്ങാട്ടിൽ കളരി എന്നിവിടങ്ങളിലെ പറ സ്വീകരിച്ച് മുരിയാംകുളങ്ങര ക്ഷേത്രത്തിലെ പ്രതീകാത്മക മീൻപിടുത്തവും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. വൈകിട്ട് നിയമവിടിക്ക് ശേഷം ആറാട്ടുപുഴ പൂരത്തിൽ നെടുനായകത്വം വഹിക്കാൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. NDA നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്നേഹതീരത്തെത്തി. കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കായി നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്താൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ CC മുകുന്ദൻ NDA MLA-യായി നാട്ടികയിൽ നിന്ന് നിയമസഭയിലെത്തിയാൽ നാട്ടികയിൽ വികസന കുതിപ്പാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നാട്ടിക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യം അവതരിപ്പിക്കുന്ന നാട്ടിക മണ്ഡലക്കാരിൽ ഇന്നാട്ടിലെ പാവപ്പെട്ട ജനതയുടെ വീരപോരാളിയായ ശ്രീ CC മുകുന്ദനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ്. ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്വീകാര്യനായ
നിങ്ങൾക്ക് സർവസമ്മതനായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി നിങ്ങൾ വിജയിപ്പിച്ച അതേ CC മുകുന്ദനെയാണ് താമര ചിഹ്നത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥിയെ ഞങ്ങൾ സമ്മാനിക്കുമ്പോൾ നിങ്ങൾക്കിതിനു മുമ്പ് അദ്ദേഹത്തിന് നൽകുവാൻ, ഈ മണ്ഡലത്തിന് നൽകുവാൻ സാധിച്ച പിന്തുണ അദ്ദേഹത്തിന് ശക്തമായും തുടർന്നും നൽകിക്കൊണ്ടേയിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹതീരത്ത് നടന്ന പൊതുയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. BJP തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ, ജനറൽ സെക്രട്ടറി ബിന്നി അറയ്ക്കൽ, മുൻ കേന്ദ്രമന്ത്രി ഭഗവന്ത് കുബെ MP, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സുധീഷ്, EP ഹരീഷ്, ഷൈൻ നെടിയിരിപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. നവീൻ മേലേടത്ത്, ജോഷി ബ്ലാങ്ങാട്ട്, ഷാജി ആലുങ്ങൽ, KR മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിക ശ്രീ ആരിക്കി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിനവും ക്ഷേത്ര മഹോത്സവവും ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശപൂജ, കലശാഭിഷേകം, തുടർന്ന് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും താലമെഴുന്നള്ളിപ്പ്, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, ഡബിൾ നാദസ്വരം, വർണ്ണമഴ, രാത്രി വീരനാട്യം, കൈകൊട്ടിക്കളി, തുടർന്ന് അത്താഴപൂജ, തായമ്പക, ഡബിൾ തായമ്പക, താലപ്പൊലിയോട് കൂടിയ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി, മേൽശാന്തി യാദവ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ, PV സത്യവ്രതൻ, ട്രഷറർ PB രണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AK തിലകൻ, AS ദേവദാസ്, ആനന്ദവല്ലി ശങ്കർ, PR രവീന്ദ്രൻ, UK ധർമ്മൻ, PB വിനോദ്, UB അജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. താനിം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി മുഖ്യ കാർമ്മികനായി. ഇടവക കൈക്കാരന്മാരായ സിജോ ചിറയത്ത്, ഫെബി തോട്ടുങ്ങൽ, പ്രദേശ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. ദൈവസുതൻ വിനയ വിരാജിതനായി അണയുന്നു നഗര കവാടത്തിൽ. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ ഇടവകയിലെ വിശ്വാസികൾ കുരുത്തോല പെരുന്നാളായ ഓശാന ഞായർ ആചരിച്ചു. ഫാദർ ജിൻഡോ പെരപ്പാടൻ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ, കൈക്കാരന്മാരായ ജോൺസൺ ANP, ഡെൻസൺ EA, ജിജോ ജോസ് എന്നിവർ നേതൃത്വം നൽകി.
തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ വിശുദ്ധ വാരത്തിന് തുടക്കമായി. ഓശാന ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, കുരുത്തോല പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ സ്റ്റീഫൻ മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. ഓശാനയുടെ ദൃശ്യവിഷ്കാരവും നടന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഇടവക വാർഷിക ധ്യാനം വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കുന്നു. ഫാദർ സോണി കിഴക്കുടൻ നേതൃത്വം നൽകും. പെസഹ വ്യാഴ തിരുകർമ്മങ്ങൾ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്നു. തുടർന്ന് ആരാധന, വൈകിട്ട് 7 മണിക്ക് പൊതു ആരാധന, തുടർന്ന് അപ്പമുറിക്കൽ, ശുശ്രൂഷ എന്നിവയുണ്ടായിരിക്കും. ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് നഗരി കാണിക്കൽ, സന്ദേശം. ഞായറാഴ്ച രാവിലെ 6:30 തിരുകർമ്മങ്ങൾ ആരംഭിക്കും. മാമോദീസ വ്രത നവീകരണം നടക്കും. രാത്രി 11:45 ഉയിർപ്പ് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം പെരുമ്പടപ്പ ഈസ്റ്റ് UP സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക SG ബിന്ദുവിന് യാത്രയയപ്പും നൽകി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പത്മജ ജയൻ അധ്യക്ഷയായി. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് പ്രതിഭകളെ ആദരിച്ചു. SRG കൺവീനർ AS സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ IK ഗോപാലകൃഷ്ണൻ, ഡോക്ടർ KC പ്രകാശൻ, ഡോക്ടർ KS സുഗതൻ IAS എന്നിവർ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. മാനേജ്മെന്റ് പ്രതിനിധികളായ PV സുദീപ് കുമാർ, മോഹനൻ കണ്ണമ്പുള്ളി, പ്രധാനാധ്യാപിക CP സവിത, MPTA പ്രസിഡന്റ് പ്രിൻസി ബിജു, SNGS സമാജം സെക്രട്ടറി TN അജയകുമാർ, വായനശാല പ്രസിഡന്റ് പ്രതാപൻ മേനൂത്ത്, സ്കൂൾ ലീഡർ PJ അനയ് ഘോഷ്, സീനിയർ അധ്യാപിക MA റീജ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനവും എഡ്യൂഫെസ്റ്റും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ അധ്യാപകരുടെയൊക്കെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അവരും വളർന്നു വരുന്നതൊക്കെ. ഞാനും എന്താ പറയുക, എൻ്റേതായ ചെറിയ ഈ ഒരു കുട്ടികൾ പ്രായത്തിൽ തന്നെ വരച്ചും അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ് ഒക്കെ നടത്തിയിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ക്ലേ മോഡൽ ഏഷ്യാഡ് അപ്പു അന്ന് വലിയ ഒരു സംഭവമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഏഷ്യാഡ് അപ്പു ആയിരുന്നു അന്നൊരു ഭാഗ്യചിഹ്നം. അന്ന് ഏഷ്യാഡ് അപ്പുവിൻ്റെ ഒരു ശില്പമാണ് ഞാൻ ഒരു ക്ലേ മോഡലിങ്ങിന് മത്സരത്തിന് പോയപ്പോൾ സ്കൂളിൽ ചെയ്തപ്പോൾ അത് എനിക്ക് 1ാം സ്ഥാനം കിട്ടി. ആ 1ാം സ്ഥാനം ഒരു പെൻസിലായിരുന്നു. ആ പെൻസിലാണ് എൻ്റെ ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനം കിട്ടിയത് അന്നത്തെ ഒരു പെൻസിൽ. നീർക്കോട്ടത്ത് കാരയിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടതുറപ്പിനോടനുബന്ധിച്ച് രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം, രാത്രി അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി സന്തോഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് KR ബാബു, സെക്രട്ടറി രാധാകൃഷ്ണൻ കാരയിൽ, ട്രഷറർമാരായ ജയശങ്കർ വെള്ളുള്ളിശ്ശേരി, വിദ്യാസാഗർ കാരയിൽ, വൈസ് പ്രസിഡന്റുമാരായ ജിനേഷ് കാരയിൽ, കുലോത്തമൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീകുമാർ മാരാത്ത്, മോഹനൻ കാരയിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KB രവി, ഷാജി കാരയിൽ, ഗോപി സുന്ദർ, MN സുരേഷ്, പരമശിവൻ, MK രാധാകൃഷ്ണൻ, ജിതേഷ് കാരയിൽ, പ്രദീപ് KD, പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൃപ്രയാർ NES കോളേജ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചിരുന്ന PR ചന്ദ്രിക ടീച്ചറുടെ 11ാമത് വാർഷിക ഓർമ്മദിനം അനുസ്മരണ പരിപാടികളോടെ നടന്നു. ചന്ദ്രിക ശിവൻ കണ്ണോളി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. സ്നേഹക്കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും അരിക്കീറ്റ് വിതരണം നടത്തി. അനുസ്മരണ ചടങ്ങിന് A. അനഘദാസ്, ഉഷ സുധീർ, ബഷീർ സെൻ, MS അശോക് കുമാർ, നിർമ്മല ഹരിദാസ്, ജിഷ ഉണ്ണി, യൂസഫ് അലി, മദനൻ അണ്ടേഴത്ത് എന്നിവർ നേതൃത്വം നൽകി. എൻ്റെ ഭാര്യ ചന്ദ്രികയുടെ 11ാമത് ഓർമ്മദിനമാണ് ഇന്ന്. ഞാൻ എല്ലാ വർഷവും ഇതുപോലെ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളുകൾ വിളിച്ചു വരുത്തി ഞാനിതുപോലെ സ്വീകരിക്കാറുണ്ട്. ചന്ദ്രിക ടീച്ചറുടെ പരിചയക്കാരും വിദ്യാർത്ഥികളും സഹപ്രവർത്തകരുമാണ് ഈ നാട്ടിയ വലപ്പാട് പഞ്ചായത്തിലെ മിക്കവരും. 1ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വരെ, NES കോളേജിൻ്റെ പ്രിൻസിപ്പൽ വരെ എല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. UDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനായി വനിതകൾ പെൺമ വനിതാ റോഡ് ഷോ നടത്തി. ശ്രീനാദേവി കുഞ്ഞമ്മ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവുമാണ് ഉറപ്പാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന, രാഷ്ട്രീയപരമായി സ്ത്രീകളെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നവർ സ്ത്രീ സുരക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പ്രവേശനം നിഷേധിക്കാത്ത ഇടമായ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുവാൻ ഇടമൊരുക്കി കൊടുത്തു. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ മാത്രം പ്രവേശിക്കരുത് എന്ന് മാത്രം പറയുന്ന, ആചാരപരമായ വിശ്വാസപരമായ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു മണ്ണിലേക്ക് സ്ത്രീകളെ കയറ്റുമ്പോൾ നമ്മളൊക്കെയും ചർച്ച ചെയ്തു. ശരി, ഇനി അവിടെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയണോ, സമത്വത്തെ കുറിച്ച് പറയണോ, ഈ പറയുന്നതിൽ കാര്യമുണ്ടോ, ഹൈക്കോടതി എന്തുകൊണ്ട് പറയുന്നു, ഗവൺമെന്റ് എന്തുകൊണ്ട് നിലപാടെടുക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ എന്താ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടത്? കേരള സംസ്ഥാന ഗവൺമെന്റ് യുവതീ പ്രവേശന വിഷയത്തിൽ U-ടേൺ അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ പറയുകയാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണ്ട. കാരണം ചോദിക്കുമ്പോൾ അടുത്ത മാസം തെരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണ്ട എന്ന് U-ടേൺ അടിക്കുന്നവർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിനിമകളിൽ കേട്ടിട്ടുണ്ട്, പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ദൂരെ എവിടെയോ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ, ഈ നാട്ടിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നത് കണ്ടുമടുത്തവരാണ് കേരളത്തിലെ മലയാളികൾ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ്കുമാർ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീല ഹരിദാസ്, നീതു പ്രേമലാൽ, തങ്കമണി, ഷീമ ആന്റണി, റസിയാന്തിക്കാട്, ഷിഭ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങിയ റോഡ് ഷോ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് സമീപം അവസാനിച്ചു. 500-ൽ പരം വനിതകൾ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത, വിലക്കുറവ് നാടെറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916
ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ Gold and Diamond, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് യൂണിറ്റ് 49ാം വാർഷികം സമാപിച്ചു. കണ്ടശാങ്കടവ് വ്യാപാര ഭവനിൽ ചേർന്ന യോഗം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി വർഗീസ് P ചാക്കോ, ട്രഷറർ PS സൂരജ്, ജില്ലാ സെക്രട്ടറി CL റാഫേൽ, ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ, ഷൈന ജോർജ്, ഫൗസിയ ഷാജഹാൻ, ബിനോയ് വടുക്കൂട്ട്, ബീന ബാബു, അബ്ദുൽ ജബ്ബാർ, MP ജീസ്, CJ ഔസേബ്, TD ജോവി, പ്രവീൺജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തന പദത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ ഈ സംഘടനാ സംവിധാനത്തിന് കഴിയും. അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കണ്ടശാങ്കടവ് യൂണിറ്റിന്റെ ആ ഒരു മത്സര ബുദ്ധിയോടുകൂടിയുള്ള
അഭിനിവേശത്തോടു കൂടിയുള്ള ആത്മാർത്ഥതയോടു കൂടിയുള്ള മുൻകാല പ്രവർത്തനങ്ങൾക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല, മറിച്ച് അത് കൂടിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാരണമാകുന്നു. അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഓരോ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ ഗുണകരമായ മാറ്റങ്ങൾ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇന്ന് സംഘടന ഒട്ടേറെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ഏകദേശം 75 കോടിയോളം രൂപ ഈ കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ ജില്ലയിലെ വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കുമായിട്ട് വിവിധ തലങ്ങളിൽ സഹായമായി നൽകിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം PKS മണലൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ പഞ്ചായത്തിലെ കരിക്കൊടിയിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ കമ്മിറ്റി അംഗം അജിത ശശി അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ, അനിൽ, സ്വാതി മനീഷ്, ബ്രാഞ്ച് സെക്രട്ടറി സജീവൻ എന്നിവർ സംസാരിച്ചു. തലക്കകത്ത് എന്തിനും വേണ്ടെന്ന് ചോദിക്കില്ല, കാരണം കിട്ടത്തിനകത്തും വേണം, പുറത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ ആ സ്കൂളിൽ പോയി 5 കോടിക്ക് പിന്നാലെ 1 കോടി വീണ്ടും നമ്മൾ ഈ കണ്ട സംഘടനയിലേക്ക് കൊടുക്കുകയുണ്ടായി. ആവശ്യത്തിൻ്റെ ഇത് പ്രകാരം 6 കോടിയാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ എന്താണ് കെട്ടിലും മട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് മാറ്റം വന്നു. കുട്ടിയൊക്കെ പഠിക്കാൻ 55,000 സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് കേരളത്തിൽ വന്നത്. അകങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. കഴിഞ്ഞു. അതിൽ എല്ലാ സ്കൂളുകളും അതിൻ്റെ ഇത് വന്നു. അതിന് നമ്മൾ ഗവൺമെൻറ് സ്കൂളെന്നോ പ്രൈവറ്റ് സ്കൂളെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ വന്നു. അങ്ങനെ 10 കൊല്ലം കഴിയാറാകുമ്പോൾ ഇപ്പോഴത്തെ കണക്കെന്താ, 10 കൊല്ലം മുമ്പ് 5 ലക്ഷം കുട്ടികൾ അങ്ങോട്ടാണ് പോയതെങ്കിൽ ഇപ്പോൾ സ്ഥിതി എന്താണ്? 10 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നു. ഈ കെട്ടിടം കൊടുത്ത പല സ്ഥലങ്ങളിൽ എന്താണ്, ഞങ്ങൾക്ക് ഒരു കെട്ടിടം കൂടി വേണം, കാരണം എന്താ, കുട്ടികൾ കൂടുകയാണ്. കാഞ്ഞാണി ചക്കാമഠത്തിൽ ശ്രീ വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ നട തുറക്കൽ, ദൈവത്തിന് കളം, മുത്തപ്പന് കളം, തുടർന്ന് പാഞ്ചാത്ത മുത്തപ്പന് കളവുമുണ്ടായി. വൈകിട്ട് കരിങ്കുട്ടി സ്വാമിക്ക് കളം, ദീപാരാധനയ്ക്ക് ശേഷം വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു. മണലൂർ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃശൂർ സൈക്കിൾ കൂട്ടായ്മ സൈക്കിൾ സവാരി സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ മണലൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ കുന്നത്തങ്ങാടി സെന്ററിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ സവാരി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, തൃശൂർ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, KM ഗോപിദാസൻ, V സനോജ്, KR ബാബുരാജ്, K രാഗേഷ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി സെന്ററിൽ നടന്ന സൈക്കിൾ സവാരി സമാപനത്തിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, VV പ്രഭാത്, CK വരദൻ, K രാമൻകുട്ടി, K സുമേഷ് എന്നിവർ സംസാരിച്ചു. തീരദേശത്തിന്റെ ആവേശം ഏറ്റുവാങ്ങി TN പ്രതാപന്റെ പ്രഭാത നടത്തം. കണിക്കുന്നുകൾ നൽകിയും വർണ്ണപ്പൂക്കൾ സമ്മാനിച്ചുമായിരുന്നു TN പ്രതാപന്റെ വാക്ക് ഫോർ മണലൂർ. വാടാനപ്പള്ളി മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തു നിന്നും തുടങ്ങിയ യാത്രയിൽ മൂവർണ്ണത്തൊപ്പിയും കുടയുമേന്തി 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കാളികളായത്. KS ദീപൻ മാസ്റ്റർ, CM നൌഷാദ്, സുബൈദ മുഹമ്മദ്, അഡ്വക്കേറ്റ് MA മുസ്തഫ, PM ഷരീഫ്, സിദ്ദീഖുൽ അക്ബർ, VC ഷീജ, ഗിൽസ തിലക്, രജനി കൃഷ്ണാനന്ദ്, ഫാസിൽ ജലീൽ, ഉവൈസെ നാസർ, ML സെബാസ്റ്റ്യൻ, PD ബിന്നി, KV സിജിത്ത്, RE നാസർ, AM മുൻഷാർ, ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ലയൺസ് ക്ലബ് 318 ഡിയുടെ സ്പെഷ്യൽ ചിൽഡ്രൻ പ്രോജക്ട് പ്രകാരം കാഞ്ഞാണി ലയൺസ് ക്ലബ് മണലൂർ ഓട്ടിസം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. ഡേവിഡ് സ്പെഷ്യൽ ചിൽഡ്രൻ സുപ്രീം കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാൻലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആന്റണി വർക്കി തൊപ്പിൽ, ഡോക്ടർ ഉമാദേവി, ഡോക്ടർ സജീവ്, ക്ലബ്ബ് സെക്രട്ടറി TS സംഗീത്, ട്രഷറർ NR അരവിന്ദാക്ഷൻ, ജിലി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃപ്രയാറിൽ നടന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിനെ വിജയിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹാരിസ് VA അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS നവാസ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി ഒലപ്പാട്, മണ്ഡലം സെക്രട്ടറിമാരായ അസ്ലം KM, നസീഹ് എടശ്ശേരി, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ അബ്ദുൽ വാഹിദ് വലപ്പാട്, ബഷീർ സൻ, റഹീം വലപ്പാട്, നവാഫ് താന്യം എന്നിവർ നേതൃത്വം നൽകി. അതിന്റെ രാഷ്ട്രീയം കേരളത്തിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഒരു പ്രയോഗം കേരളത്തിൽ നടത്തിയത്. രാഷ്ട്രീയ ചെറ്റത്തരം എന്നൊരു പ്രയോഗം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രം, CPM-ന്റെ ചരിത്രം, കമ്മ്യൂണിസ്റ്റുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ചെറ്റ എന്ന് പറയുന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതിനൊരു കാലമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾക്ക്. NDA മണലൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ വാഹന പ്രചരണ ജാഥ വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഗണേശമംഗലത്ത് നിന്നും ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആത്മാവ് സെന്ററിൽ അവസാനിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നയിച്ച റോഡ് ഷോ ആത്മാവ് നിന്ന് ആരംഭിച്ച് വാടാനപ്പള്ളി സെന്റർ വഴി ചിലങ്ക ജംഗ്ഷനിലെത്തി തിരിഞ്ഞ് വാടാനപ്പള്ളി അമ്പലനടയിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകർ അണിചേർന്നു. JCI തൃപ്രയാർ സംഘടിപ്പിച്ച ബിസിനസ് അവബോധ പരിപാടി തൃപ്രയാറിൽ നടന്നു. ഇന്ത്യൻ ഇൻകം ടാക്സ്, GST എന്നിവ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്, ചിലവേറിയ പിഴവുകൾ ഒഴിവാക്കുന്നത്, സ്മാർട്ട് പ്ലാനിംഗ്, സാമ്പത്തിക കണക്കുകൾ മനസ്സിലാക്കൽ, ആത്മവിശ്വാസത്തോടെ വർഷാവസാന ക്ലോസിംഗ് നടത്തൽ എന്നിവയായിരുന്നു പരിപാടിയിലെ പ്രധാന വിഷയങ്ങൾ. പരിപാടിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ രതീഷ് കുമാറും സിജോ VDയും വിഷയാവതരണം നടത്തി. സാമ്പത്തിക പദ്ധതി തയ്യാറാക്കലിനൊപ്പം സാമ്പത്തിക വർഷാവസാന ക്ലോസിംഗ് നടപടികൾ എങ്ങനെ ശരിയായി നടത്താം, സാമ്പത്തിക വർഷം മുഴുവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. JCI തൃപ്രയാർ പ്രസിഡന്റ് സിതേഷ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഞ്ജലി ഹരി, ട്രഷറർ ശ്രീജിത്ത് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് മനീഷ് TB, ഡയറക്ടർമാരായ ഷിജി മനോജ്, ഹരി PK, സതീഷ്, അലൻ ആന്റണി, ധന്യ ഷൈൻ, സുരേഷ് വേളയിൽ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ബീച്ച് പൂതം വീട്ടിൽ ശ്രീ ഗുരുമുത്തപ്പൻ ദുർഗാ ഭഗവതി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും മഹോത്സവവും ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, കാഴ്ചശീവേലി, അന്നദാനം, വൈകിട്ട് പകൽപൂരം, നടക്കൽ, പറയെടുപ്പ്, ദീപാരാധന, രാത്രി അത്താഴപൂജ, തിരുവാതിരക്കളി, തായമ്പക, ഭദ്രകാളിക്ക് കളം, ഗുരുതി തർപ്പണം,
പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ തേവർക്ക് കിഴക്കേ നടയിൽ രാജകീയ വരവേൽപ്പ് നൽകി. ദാവീദിൻ പുത്രന് ഓശാന. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആഘോഷിച്ചു. നാടെങ്ങും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.